ഹോട്ടൽ എല്ലാ രാത്രിയിലും ചെറുതാവുന്നത് കണ്ടപ്പോൾ അയാൾ ശരിക്കും ഭയന്നു. അത് സ്ഥിരീകരിക്കാൻ 2 ചുമരുകൾക്കിടയിൽ ഒരു കയർ കെട്ടി ഉറങ്ങാൻ പോയി. രാവിലെ നോക്കിയപ്പോൾ കയർ ലൂസായിരിക്കുന്നു. അയാൾ ഞെട്ടിപ്പോയി. അയാൾ അടുക്കളയിലേക്ക് ഓടി. ഹോട്ടൽ ചുരുങ്ങുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. പകരം അവർ അവനെ അടുക്കളയിൽ നിന്ന് പുറത്താക്കി. അയാൾ അബദ്ധത്തിൽ ഈ ഹോട്ടലിലെത്തി. അടുത്ത ദിവസം പോകുമെന്ന് അയാൾ കരുതി. പക്ഷെ അയാൾ പുറത്തു പോകാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് പുറത്തേക്കുള്ള വഴി കണ്ടെത്താനായില്ല. മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ 10 വർഷമായി അവർ അവിടെ താമസിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. പക്ഷെ ആരും പരാതിപ്പെട്ടില്ല. മുറികൾ ചെറുതാവുമ്പോഴെല്ലാം അവർ കുറച്ച് ഫർണിച്ചറുകൾ നീക്കം ചെയ്തു. അയാൾ ഹോട്ടൽ മാനേജറോട് സംസാരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അയാൾ അടുത്തെത്തുമ്പോഴെല്ലാം അവൾ ഇതിനകം പോയിരുന്നു. അതിനാൽ അയാൾ സ്വയം പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ തീരുമാനിച്ചു. അയാൾ ചോക്ക് കൊണ്ട് ചുവരുകളിൽ അടയാളപ്പെടുത്താൻ തുടങ്ങി. ഒരു മാപ്പ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പിന്നെ അയാൾ വാൾപേപ്പർ ശ്രദ്ധിച്ചു. അയാൾ അത് പതുക്കെ പൊളിച്ചപ്പോൾ ചുമരിനു പിന്നിൽ വിചിത്രമായ ചലിക്കുന്ന കൂടാരങ്ങൾ പോലുള്ള കൈകൾ അയാൾ കണ്ടു. അവൻ അവയെ പതുക്കെ തൊട്ടു. അവർ പിന്നിലേക്ക് വലിച്ചു. ഒരു ലോഹ ട്രേ ഉപയോഗിച്ച് അവൻ അവയെ മുറിച്ചു. ഹോട്ടലിൽ മുഴുവൻ ഒരു വലിയ നിലവിളി പ്രതിധ്വനിച്ചു. എല്ലാം കുലുങ്ങാൻ തുടങ്ങി. അവൻ തന്റെ മുറിയിലേക്ക് തിരികെ ഓടി. എല്ലാവരും അവരുടെ മുറികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു. ഇപ്പോൾ അവർ അവനെ വിശ്വസിച്ചു. അവനെ അവരുടെ ഏക പ്രതീക്ഷയായി കാണാൻ തുടങ്ങി. അവൻ അവർക്ക് പേപ്പറുകൾ നൽകി. അവർ പര്യവേക്ഷണം ചെയ്യുന്ന ഇടനാഴികൾ അടയാളപ്പെടുത്താൻ പറഞ്ഞു. ഈ രീതിയിൽ വേഗത്തിൽ പുറത്തു കടക്കാൻ കഴിയുമെന്ന് അവർ കരുതി. എല്ലാവരും സന്തോഷത്തോടെ തിരച്ചിലിൽ പങ്കുചേർന്നു. പക്ഷെ ആ മനുഷ്യൻ തന്റെ മുറിയിലേക്ക് മടങ്ങിയപ്പോൾ ആളുകൾ തന്റെ ഭക്ഷണം കഴിക്കുന്നതും ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നതും കണ്ടു. അസ്വസ്ഥനായി അവൻ മുറി വിട്ട് ഇടനാഴിയിൽ ഉറങ്ങി. പതുക്കെ മുകളിൽ നിന്ന് വാൾപേപ്പർ വീഴാൻ തുടങ്ങി. ഒരു പുതപ്പ് പോലെ അവനെ മൂടി. പെട്ടെന്ന് ഒരു ഫോൺ റിംഗ് ചെയ്തു. ആ മനുഷ്യൻ ഉണർന്നു. അത് എടുക്കാൻ അവൻ മുറിയിലേക്ക് ഓടി. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ കോൾ എടുത്തിരുന്നു. ആ ഫോൺ മാനേജറുടെ സ്വകാര്യ ലൈനായിരുന്നു. രക്ഷപ്പെടാനുള്ള അവസാന അവസരമായിരുന്നു അത്. ദേഷ്യത്തോടെ അവൻ അലറി വിളിച്ച് എല്ലാവരെയും മുറിയിൽ നിന്ന് പുറത്താക്കി. അവന്റെ മാപ്പ് ഇപ്പോൾ ഉപയോഗശൂന്യമായിരുന്നു. ക്ഷീണിതനും നിരാശനുമായ അവൻ നിശബ്ദനായിരുന്നു. അപ്പോൾ ദയുള്ള 2 ആളുകൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന് കുറച്ച് പ്രതീക്ഷ നൽകി. അവർ പറഞ്ഞു, ഒരു പക്ഷേ എക്സിറ്റ് ലോബിയിലായിരിക്കില്ലായിരിക്കാം. അയാൾക്ക് വളരെ നിരാശ തോന്നി. അപ്പോൾ ഒരു ആശയം അയാളുടെ മനസ്സിൽ ഉദിച്ചു. ഒരു പക്ഷേ ഡ്രോയറിൽ എന്തോ ഉണ്ടായിരിക്കാം. അയാൾ ഡ്രോയർ തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു രഹസ്യ പാത കണ്ടെത്തി. പാതയുടെ ചുമരുകളിലൂടെ ടെന്റക്കിളുകൾ നീങ്ങുന്നുണ്ടായിരുന്നു. അയാൾ അതിലൂടെ നടക്കാൻ തുടങ്ങി. പാതയുടെ അവസാനത്തിൽ അയാൾ ഒരു ഭീമൻ മുട്ട കണ്ടെത്തി. അതിൽ തൊട്ടപ്പോൾ അതിനുള്ളിലെ ജീവി തന്നോട് ബന്ധിപ്പെട്ടിരിക്കുന്നതായി അയാൾക്ക് തോന്നി. അത് അവനെ പോലെ സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചു. തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അയാൾ മുട്ട പുറത്തേക്ക് തള്ളി. അവൻ കണ്ണുകൾ തുറന്നപ്പോൾ താൻ സമുദ്രത്തിനടിയിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ജീവി അതിന്റെ ടെന്റക്കിളുകൾ കൊണ്ട് അവനെ പിടിച്ച് മുകളിലുള്ള വെളിച്ചത്തിലേക്ക് വലിച്ചു.